പ്രശ്നമുണ്ട്. എന്തിവിടെ നിക്കുന്ന? നമ്മൾ അമ്പലത്തിൽ തൊഴാൻ വന്നു. എന്ത് കാരണം എന്താണെന്ന്? അമ്മയുടെ ബർത്ത്ഡേ. ഒരു ഇൻട്രോ പറയാനുണ്ടത് പറഞ്ഞോ. അമ്മേന്റെ ബർത്ത്ഡേ ആണ്. നമ്മള് അമ്പലത്തിൽ പോവാന്ന്. അതല്ലാതെ വേറെന്തോ ഇൻട്രോ ഉണ്ടായിരുന്നല്ലോ. ഹലോ ഗൈസ് അത് പറ. അത് ആദ്യമല്ലേ അതൊക്കെ പോട്ടെ. അല്ല ഞാൻ ചോദിച്ചോട്ടെ അപ്പൊ കേക്ക് മുറിയൊക്കെ ഉണ്ടോ? ഇല്ല, നമ്മളങ്ങനെ കേക്കൊന്നും മുറിക്കാറില്ലല്ലോ. പൊതുവേ എന്റെ ബർത്ത്ഡേക്ക് ഇതുവരെ അങ്ങനെ കേക്ക് മുറിച്ചിട്ടില്ല. ഒരു വട്ടം നമ്മുടെ തിരുവാതിര ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ അതിനൊന്നും ജസ്റ്റ് അതെ ഞാൻ രാവിലെ അവളോട് ചോദിച്ചതല്ല കേക്ക് മുറിക്കട്ടേന്ന്. അപ്പൊ അവള് പറഞ്ഞേ ഞാനല്ല മുറിക്കാളെ, എന്നെ വേറെ ആൾക്കാരാണ് മുറിക്കാളെ. അല്ല വേറെ ആൾക്കാരാണ് വാങ്ങി തരാളെ. എന്നാലേ ഞാൻ എന്നുവെച്ചാ കേക്ക് നമ്മൾ സ്വയം വാങ്ങി മുറിക്കാറില്ലല്ലോ, പൊതുവെ അങ്ങനെയാണ്. അതുകൊണ്ട് കേക്ക് മുറിയില്ല. നിന്റെ കേക്ക് അങ്ങനെ മുറിച്ചിട്ടുണ്ടോ ബർത്ത്ഡേക്ക്? ഒരു വട്ടം മുറിച്ചിട്ടുണ്ട്. അത് നമ്മുടെ തിരുവാതിര ഗ്രൂപ്പിൽ ഫ്രണ്ട്സ് കേക്ക് മുറിക്കണമെന്ന് ആഗ്രഹം ഉണ്ടോ? കേക്ക് മുറിക്കണമെന്ന് അങ്ങനെ എനിക്ക് അങ്ങനെ ആഗ്രഹമൊന്നുമില്ലേ. അപ്പൊ അമ്പലത്തിൽ എന്തൊക്കെയാണ് പരിപാടി? അമ്പലത്തിൽ പോയി തൊഴുക, മഹാവിഷ്ണു ഭഗവാനെ ഒന്ന് കണ്ട് അനുഗ്രഹം വാങ്ങുക. പൂജ നടത്തണ്ടേ? പൂജ നടത്തണം. പൂജ ഓൾറെഡി നമ്മൾ അമ്പലത്തിൽ വരുമ്പോൾ നടത്താറുണ്ടല്ലോ. ഡ്രസ് കോഡ് എങ്ങനെയുണ്ട്? കളറ് ഒരാൾക്ക് വ്യത്യാസമല്ലേ? ഏകദേശം നമ്മൾ ഒപ്പിച്ച്. ഞാനാ അത് ഏകദേശം അല്ലേ മോളെ? അത് കാണിച്ചു വിട്ടെ, അച്ഛനെ കാണിച്ചു വിട്ടെ. അച്ഛനോക്കെ അമ്പലത്തിൽ പോണ്ടേ? അമ്പലത്തിൽ പോണം. അപ്പൊ നമ്മുടെ അമ്പലം ഒന്ന് കാണിച്ചു വിട്ടെ. അമ്പലം ഞാൻ കാണിച്ചു. ഇതാണ് നമ്മുടെ മഹാവിഷ്ണു ടെമ്പിൾ, നമ്മുടെ കോട്ടങ്ങൾ. ഇതാണ് നമ്മുടെ സിഗ്നേച്ചർ പ്ലേസ്. നമ്മൾ എവിടെയാണല്ലോ ജനിച്ചതും വളർന്നതും ഒക്കെ ഈ മഹാവിഷ്ണുവിന്റെ മുമ്പിലാണ്. ഞങ്ങൾ ഏറ്റവും പ്രിയപ്പെട്ട ആളാണ് ഇരിക്കുന്നത്. അപ്പൊ ഞങ്ങൾ പോയിട്ട് വരാം. അമ്പലത്തിനകത്ത് വീഡിയോ എടുത്തൂടെ. പൂജയൊക്കെ നടത്തിയിട്ട് നമ്മൾ വന്ന് ബാക്കി വിശേഷങ്ങളെല്ലാം പറയാം. പിന്നെ അമ്മ എന്തെന്ന് ചോദിക്കുന്നവർക്ക് അമ്മ ഇവിടെ ഇല്ല. അമ്മ മുന്നേ ഒരു വ്ലോഗിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ ഹോസ്പിറ്റലാണ്. അമ്മമ്മയ്ക്ക് സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ നോക്കാൻ പോയേക്കുവാണ് കേട്ടോ. അപ്പൊ ഞങ്ങള് പോവാണ്. സിനിക്കൊരു സർപ്രൈസ് കൊടുക്കാനായിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. അവളെ ബർത്ത്ഡേക്ക് കേക്ക് മുറിക്കാൻ നമ്മളെല്ലാം സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ പറയാം, അവൾ അറിഞ്ഞിട്ടില്ല. അപ്പതാ നമ്മൾ അമ്പല ദർശനമൊക്കെ കഴിഞ്ഞതാ വന്നിരിക്കുകയാണ്. ഇത് കണ്ടോ, ഒരു ലോഡ് സിന്ദൂരം ചന്ദനം ഒക്കെ മുന്നേ ഉണ്ടെന്ന. ആദ്യം അമ്പലത്തിൽ ദൈവത്തെ തൊഴുന്നതിന് മുന്നേ അവിടെ ഫ്രണ്ട് ഇരിക്കുന്ന ചന്ദനമൊക്കെ എടുത്ത് ആദ്യമേ അങ്ങ് പൂശും. പൂജയൊക്കെ നടത്തി. എന്റെ പേര് നടത്തിയാ നടത്തുമ്പോ പിന്നെ നടത്താതിരിക്കുമോ? സാധാരണ നമ്മളെല്ലാരും ഒരാളെ എന്റെ കൂടെ നിന്ന കൊച്ചിനെ വിളിച്ചോണ്ട് പോയി. ഇവിടെ അടുത്ത് തന്നെ കേട്ടോ വീട്. ഇപ്പൊ ആ കൊച്ചില്ല, ഇപ്പൊ ഒരാള് മാത്രമേ ഉള്ളൂ. മോനെ ഇങ്ങോട്ട് നോക്കണം, ചന്ദനമൊക്കെ എല്ലാം ഉണ്ടാന്ന് നോക്കട്ടെ. അപ്പൊ ഞങ്ങള് അവലും മലരും ഒക്കെ തിന്ന് ഇനി വീട്ടിലോട്ട് പോകാൻ പോവാണ്. ഞാൻ ഒരാളെ കാണിച്ചു തരാം. ഇങ്ങോട്ട് വാ അമ്മ, അങ്ങോട്ട് വാ. നാണം വരുന്നു. ഇതാണ് എന്റെ അമ്മാമ്മ, എന്റെ അമ്മയുടെ അമ്മ, എന്റെ എല്ലാമായ എന്റെ അമ്മമ്മ, എന്റെ വളർത്തമ്മ. എന്റെ അമ്മാമ്മയാണ് എന്നെ വളർത്തി ഇവിടെ പേരാക്കി എടുത്തത്. അപ്പോ ഞാൻ ഇവിടെയാണ് വളർന്നതും ജനിച്ചതും. ഇതിനകത്താണ് ഈ ഇടവഴി ഉണ്ടോ, ഇതിനകത്താണ് എന്റെ അമ്മാമ്മയുടെ വീട്. ഞാൻ അകത്തോട്ട് കയറി പോകണം. അവിടെ ഉപ്പ മാത്രമേ ഉള്ളൂ. അപ്പോ അതാ ഉണ്ടോ, ഇതിന്റെ ഫ്രണ്ടിലാണ് അമ്പലം. ശാന്തസുന്ദരമായ അന്തരീക്ഷം അല്ലേ? നമ്മള് പോവാണ്. അപ്പോഴാ എന്റെ അമ്മാമ്മ ഒരു ആഗ്രഹം പറഞ്ഞു കേട്ടോ, മോള് വയസ്സ് പറയണേന്ന്. ചിലര് പറയും ബർത്ത്ഡേയുടെ ദിവസം വയസ്സ് പറഞ്ഞുകൂടന്നേ. അപ്പൊ എനിക്ക് ഇന്ന് 29 വയസ്സായിരിക്കുകയാണ്. ദൈവമേ, കിളവിയായി. അപ്പൊ ഞങ്ങൾ പോട്ടെ മാമ, നമ്മള് പോവാണ്. പോയിട്ട് വരട്ടാ. അപ്പം ബർത്ത്ഡേ ആയിട്ട് ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ഒന്നും ഒരു ഫോട്ടോ പോലും ഇട്ടിട്ടില്ല. അത്രയ്ക്ക് സ്നേഹമുള്ളൂ എന്റെ കൂടെ. അത് വേറൊന്നും കൊണ്ടല്ല കേട്ടോ. ഞാന് സത്യം പറഞ്ഞ ഞാൻ എന്റെ ബർത്ത്ഡേ അങ്ങനെ ആർത്തും കഴിഞ്ഞ പ്രാവശ്യം അങ്ങോട്ട് സ്റ്റാറ്റസ് ഞാൻ എങ്ങനെ വയസ്സ് കൂടി പോവല്ലേ, എന്തിനു ബർത്ത്ഡേ ആണെന്ന് എല്ലാവരും അറിയിക്കണം. അതുകൊണ്ട് മാത്രമല്ല ഞാനങ്ങനെ പൊതുവെ അറിയിച്ചില്ലാരും. അല്ലെങ്കിൽ എന്റെ ഭർത്താവെങ്കിലും അത് ഓർത്ത് എന്നെ വിഷ് ചെയ്യണ്ടേ രാവിലെ.
എന്നെ വിഷ് ചെയ്തില്ല ഗൈസ്, ഞാൻ അങ്ങോട്ട് ഓർമ്മിപ്പിച്ചു. എനിക്ക് വലിയ കേക്കൊക്കെ മുറിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, സമയം കിട്ടിയില്ല, അതുകൊണ്ടാണ്. അയ്യോ അതുകൊണ്ടല്ല, നമ്മളിപ്പം അതുകൊണ്ട് മാത്രല്ലേ ഇപ്പൊ നമ്മൾ നമ്മുടെ ബർത്ത്ഡേക്ക് പൊതുവെ അങ്ങനെ കേക്ക് മുറിക്കാറില്ല. എനിക്ക് തോന്നുന്നു വീഡിയോസ് ഒക്കെ വന്നതിന് ശേഷമാണ് ഈ ചുമ്മാ പ്രഹസനം കാണിക്കാൻ വേണ്ടിട്ട് അങ്ങനെയാണ് ഇതൊക്കെ നമ്മൾ അമ്പലത്തിലൊക്കെ പോയി തൊഴുവത്തേ ഉള്ളൂ. ശരി ശരി, അങ്ങനെയൊക്കെ ഉള്ളൂ. വലിയ ആഘോഷങ്ങളോ അങ്ങനെ സംഭവങ്ങളോ നമ്മൾ ചെയ്യാറില്ല. വീട്ടിലോട്ട് പോണേട്ടാ. ഇപ്പൊ അമ്പലത്തിൽ നിന്ന് നേരെ ക്രഞ്ചീസി കൊണ്ടുവന്നേക്കുന്നു. ഇന്ന് ബർത്ത്ഡേ ആയതിന്റെ ചേട്ടന്റെ അവർക്ക് ട്രീറ്റ് ആണെന്ന് തോന്നുന്നു. എന്റെ അടുത്ത് പറഞ്ഞില്ല കേട്ടോ. ആ വഴിയാ ഞാൻ ഇത് അഴിക്കട്ടെ മൂടി. ഞാൻ ഇത് അറിഞ്ഞില്ലല്ലോ. ആ അമ്പലത്തിൽ കയറുന്നോണ്ട് മുടിയൊക്കെ ഇങ്ങനെ കെട്ടിയിട്ടല്ലേ ഉള്ള ആ പടിയുള്ളടത്ത് വിളിച്ച് കയറ്റിക്കൂടെ? ഞാൻ കണ്ടില്ല, എന്നെ തള്ളിയിടാനായിട്ടിരിക്കാണ്. അപ്പൊ നമ്മളിതാ അമ്പലത്തിൽ നിന്ന് നേരെ എങ്ങനെ വരാമോന്ന് എനിക്കറിയത്തില്ലതാ. എന്നെ ഈ ഇവിടെ കൊണ്ടുവന്നു എനിക്ക് ട്രീറ്റ് ഒക്കെ തന്നിരിക്കുകയാണ്. എന്ത് പറ്റിയാ എന്തോ എന്റെ വിഷയാത്ത ഭർത്താവ് കൈ കഴുകട്ടെ. നേരത്തെ മുടിയിലൊക്കെ പിടിച്ചല്ലേ. എന്തായാലും ഇവിടെ നിന്ന് കഴിക്കണം. അയ്യോ എന്തോ ഇതിനകത്ത് കയറണം. കേറുക ഓർഡർ ചെയ്തോ? അത് കിട്ടിയാ? ഒന്നും കിട്ടിയില്ല. ഓടുന്നുണ്ട്. ഇതാ ഇതിന് ബണ്ണ് വേണ്ട. ഞാനേ 119 ഒരു സാധനം എടുത്തു. വരുവാ 119 ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ. ഗിഫ്റ്റ് കേക്ക് കേക്ക് എടുത്ത് വെളിയിലോട്ടേക്ക് നല്ലയാക്കി. ഇതെങ്ങനെ നോക്കണം വെക്കുന്ന? അതിനാദ്യം കൊച്ചിനെ പിടിക്കണം, എന്നിട്ട് വെക്കാൻ പറ്റും. മക്കളെ കൊച്ചിനെ പിടി. ഇത് മോളെ പരിപാടിയാ. ഞാനാണ് ഓർഡർ ചെയ്തത്. അല്ല എനിക്ക് ഇഷ്ടപ്പെട്ട കേക്കാണ് മേടിച്ച. അമ്മക്ക് ഇഷ്ടപ്പെട്ടതാ. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ അമ്മ. മുറി ഇത് വല്ലാത്ത ഗിഫ്റ്റ്. നിങ്ങളെല്ലാം അപ്പുറം പോ, ഞാൻ വീഡിയോ അടിക്കാം. അയ്യേ എന്റെ ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു മോളെ. ഇപ്പഴാ നീ ഓർഡർ ചെയ്താ? പക്ഷെ ഞാൻ ഓർഡർ ചെയ്തല്ലേ. മോളെ മാസ്ക് ഒരു എന്ത് ജലദോഷം ഒന്നും കുഴപ്പമില്ല. മോളെ സെലക്ട് ചെയ്തണോ? അടി കല്ലേ. എന്നാലും എനിക്ക് ഇത്ര വിഷടാ ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞിട്ടെ, ഈ കടയിലൊക്കെ വെച്ചിട്ട് ഞാൻ ആദ്യമായിട്ടാണ് കടയിൽ നോക്കണ്ട, നമ്മളെ കൊണ്ട് ഇത് ഇഷ്ടപ്പെട്ട്. എന്തോ ഇത് മുറിക്കട്ടെ. ഞാൻ കണ്ടില്ല. ഇതൊക്കെ പൊന്നൂന്റെ പണിയാന്ന്. കൊള്ളാല്ലേ? എവിടെ എങ്ങനെ മുറിക്കുന്നത് നീ? ഇതിപ്പോ എങ്ങനെ മുറിക്കണം ചേട്ടാ? എനിക്ക് അറിഞ്ഞ എനിക്ക് എന്തോ പറയണം അറിഞ്ഞൂടാ. പറയണ്ടായിരുന്നു ഇതൊക്കെ. കാണട്ടെ, ഞാനും കൂടെ കാണട്ടെ. മക്കളെ ഇങ്ങോട്ട് വന്നില്ലേ? പൊന്നു അടുത്തോട്ട് ചെല്ലേ, കേക്ക് മുറി. ഹാപ്പി ബർത്ത്ഡേ ടു യു. കുഴപ്പമില്ല, കടയല്ലേ. പിടിച്ചോ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ അമ്മ, ഹാപ്പി ബർത്ത്ഡേ ടു യു. താങ്ക് യു മോളെ. ഞാൻ സെലക്ട് ചെയ്തേ. എങ്ങനെയുണ്ട്? ഞാൻ ഫസ്റ്റ് പീസ് അച്ഛനെ കൊടുക്കും. അപ്പൊ അല്ല വീഡിയോ അല്ല കുഴപ്പമില്ല. അച്ഛനെ കൊടുത്തിട്ടേ തുടങ്ങും. കാര്യം ഇതെനിക്ക് ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സംഭവമായിട്ട്. പക്ഷെ അങ്ങനെയല്ല, ചിലപ്പോ നെഗറ്റീവ് വന്നേക്ക കുഞ്ഞിനത് കൊടുത്തില്ലെന്ന്. പക്ഷെ ഈ അച്ഛനും കൊടുക്കാം. നോക്കും പൊന്നോട്ടപ്പ
Just എന്താ? മോനെ എന്റെ മോനെ എടുക്കട്ടെ സ്റ്റേഷൻ ഞാൻ ലൈഫിൽ ഫസ്റ്റ് ഒരു ബ്ലോഗർ താളന്നു പോയി ബർത്ത്ഡേ കേക്ക് മുറിക്കുന്ന ആഡംബരമാണ് അല്ലെ നമ്മളതൊന്നും ചെയ്യാ. ഹായ്, അപ്പൊ സിനിക്കൊരു സർപ്രൈസ് കൊടുത്തിരിക്കുകയാണ് ഞാൻ. ബർത്ത്ഡേ സർപ്രൈസ് അട്ടാ കേക്ക് മുറിച്ച് കരയല്ലേ? അയ്യോ കണയാ ബർത്ത്ഡേക്ക് സർപ്രൈസ് കൊടുത്ത് കറയുന്നു. അയ്യോ അങ്ങനെ സിനിക്ക് 28 വയസ്സായി. 28 29 വയസ്സ്. എന്റെ 29 വയസ്സായി. അപ്പൊ അതിന് ബർത്ത്ഡേ വയസ്സ് പറഞ്ഞോളാണ് പറയുന്നത്. പക്ഷെ മുറിക്കായിരുന്നല്ലേ ഇവിടെ വെച്ച് മുറിച്ചൂടാ. ഞാൻ അവരോട് പറയാൻ ചുമ്മാ അല്ല. അമ്മ ഇത്രയും ചെറുതായിരുന്ന? അതായത് ഈ തൊപ്പിയും പിന്നെ ഒരു കടയിലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കേക്ക് മുറിക്കുന്ന ആളല്ല. ഞാൻ ഒരു വട്ടം കേക്ക് മുറിച്ചിട്ടുള്ളൂ. അത് കഴിഞ്ഞ വർഷം എപ്പോഴാണ് കഴിഞ്ഞ വർഷം. അമ്മക്ക് 29 വയസ്സ്, എനിക്ക് 9 വയസ്സ്. 29 എനിക്ക് 9. അപ്പൊ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ എനിക്ക് ഇത്രയും വലിയ സർപ്രൈസ് തന്ന എന്റെ വിശേഷം. ഒത്തിരി താങ്ക്സ് കേട്ടോ. എന്നെ ഇച്ചിരി കഷ്ടപ്പെടുത്തി കേട്ടാ. ഒരുങ്ങി വരാൻ ഒരുപാട് താമസിച്ചു കേട്ടാ. അത് ഞാൻ അറിയുന്നില്ലല്ലോ. ഇവര് പമ്മി ഇരിക്കുവാ. കഷ്ടപ്പെട്ട് തന്നെ കേട്ടുപോയി. അതെന്ന് വെച്ചാലൊന്നുമില്ല, ഞാൻ ഈ ഡ്രസ് ഇടാൻ ഇവരെ അമ്പലത്തിലാക്കിയിട്ട് ഈ 2 പിള്ളേരെ ഇവിടെ സെറ്റ് ചെയ്യണം. ആ സമയത്ത് ഇവള് വരായിരുന്നു തുടങ്ങി. പിന്നെ ഇതിനെങ്ങനെ പൊക്കിയെടുത്ത് അവിടെ കൊണ്ടാക്കി അങ്ങനെ സെറ്റ് ചെയ്തു. അറിയുന്നില്ലല്ലോ ഇതിങ്ങനെ സെറ്റ് ചെയ്യുന്നത്. ഇതൊക്കെ മുന്നേ പറഞ്ഞെങ്കിൽ ഞാൻ അതനുസരിച്ച് നേരത്തെ ഇച്ചിരി മേക്കപ്പ് ഒക്കെ ഇട്ട് നിൽക്കൂലായിരുന്നു. അതുകൊണ്ട് ചെറിയ ഞാൻ കേക്കിന്റെ കവറേ പൊട്ടിച്ചു വെക്കുന്നു വിചാരിച്ചു. പക്ഷെ പിള്ളേർ പൊട്ടിച്ചു വെച്ചൊന്നുമില്ല. എന്നോട് പറഞ്ഞ ബർത്ത്ഡേ അല്ലേ, ഇന്നെങ്കിലും നീ നല്ല ഉടുപ്പെടുത്തിട്ട് പുതിയ ഉടുപ്പ്. കാര്യം എനിക്ക് ഉടുപ്പിടാൻ പറ്റത്തില്ല. ഡെലിവറി കഴിഞ്ഞതിന് ശേഷം എന്റെ പഴയ ഉടുപ്പുകളൊന്നും എനിക്ക് ഇടാൻ പറ്റത്തില്ല. ഇതൊക്കെ മുന്നേ ഞാൻ വാങ്ങിച്ചു വെച്ചതാണ്. കയ്യിലൊക്കെ അഴിച്ച് ഒരു ഇതൊക്കെ സെറ്റാക്കി കൊണ്ടുവന്നപ്പം ഇത് തന്നെ ഇടണം, ഞാൻ ഇത് തന്നെ ഇടണമെന്ന് ഭയങ്കര നിർബന്ധം. ഞാൻ അവരെ ഒന്ന് വിളിക്കട്ടെ എല്ലാവരും. ഇല്ല, അവളെ ബർത്ത്ഡേ ആയിരുന്നു. വീഡിയോ എടുക്കുന്നത് അത് എന്നെ ഞങ്ങളുടെ വീഡിയോ എടുക്കണമാ. ഞാനും അറിഞ്ഞില്ല, ഇവരങ്ങ് വീഡിയോ എടുത്തവര് മുന്നേ. ബർത്ത്ഡേ കഴിഞ്ഞ് വേറൊന്നുമില്ല. ഇല്ല, എല്ലാരും പ്രതീക്ഷിച്ചില്ല ഞാൻ. കേക്ക് കഴിച്ചിട്ട് നമുക്ക് കേക്ക് കഴിക്കാം മോളെ. അയ്യോ ഇവിടെ കായടാ മോ കഴി. സ്റ്റാഫാണോ ഇവിടുത്തെ? പുതിയ സ്റ്റാഫാണോ? ആ അതാണ് ഞങ്ങളെ കാണാത്തെ. വീണ്ടും കാണാമേ. എനിക്ക് നോണോ സെറ്റോട് എടുക്കണം. എനിക്ക് ഇങ്ങനെ മുറിക്കട്ടെ എന്ന് ഞാനും പോലെ അറിഞ്ഞില്ല. ഞാൻ എന്നോട് കഴിക്കാൻ കൊണ്ടുവരുന്നു പറഞ്ഞ് വന്നിട്ട് ഇത് ഫസ്റ്റ് ടൈം ആട്ടോ ഇങ്ങനെ ചെയ്യുന്ന തന്നെ. ബർത്ത്ഡേ അല്ലേ? താങ്ക് യു താങ്ക് യു. ഇല്ലേ ആള് ഇവിടെയൊക്കെ ആയി കേട്ടോ. അങ്ങനെ താരണ്ടാ മുറിച്ചോട്ടെ. ഞാൻ മുറിന്ന് വരുന്നില്ല. ആ ഹാപ്പി ബർത്ത്ഡേ. ഇത് ഞാൻ മുറിച്ച് വെച്ചിരിക്കുകയാണോ എന്തോ ദൈവമേ. മോനെ നിൽക്കുക, മോനെ കത്തി എടുത്തോണ്ട് വരാം. ക്രിസ്മസ് അപ്പനല്ല, ക്രിസ്മസ് അപ്പനാണ് ഇത്രയും ബിൽഡപ്പെട്ട് വന്നിട്ട്. എന്റെ ബർത്ത്ഡേ എല്ലാരും കഴിഞ്ഞോ? അകത്ത് സ്റ്റാഫൊക്കെ കഴിഞ്ഞോ? കണ്ട ഞാൻ അറിഞ്ഞില്ല കേട്ടോ എവിടെ വെച്ച് കേക്ക് മുറിക്കുന്നത്. ഞാൻ ആരോടും പറഞ്ഞില്ല. ഞാനും ഈ കൊച്ചുങ്ങളും മാത്രമേ അറിഞ്ഞോളൂ. ആ മോന് കൂടിപ്പോയാ കുറച്ച് വേണോ? ഇത് വലിയ പീസ കേട്ടോ, നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ എടുക്കോ? വലിയ പീസ ഓക്കെ ആണോ? എല്ലാവർക്കും കിട്ടിയോ? ആ ഞാൻ ക്രഞ്ചീസ് എപ്പോ വന്നാലും ഓർഡർ ചെയ്യുന്ന ഒരേ ഒരു ഐറ്റം ഉണ്ട്. ഇതിലാകുമ്പോ 4 പീസ് ചിക്കൻ വരും. പിന്നെ ഈ സാധനം ഈ സുനാപ്പി എന്താണ് ഇതിന്റെ പേര്? ഫ്രഞ്ച് ഫ്രൈസ്. ഈ ഫ്രഞ്ച് ഫ്രൈസും പിന്നെ കുറച്ച്
എന്താ അത്? ഒന്നും വെച്ചില്ല. അയ്യോ വേണ്ട കേട്ടാ. ഇതിന്റെ അകത്ത് 4 ഇതേപോലത്തെ പീസ് വരും. സംഭവേ ബർത്ത്ഡേ ഗേളിന് മാത്രമേ ഉള്ളൂ ഇതൊക്കെ. ഞാൻ അറിയത്തില്ലല്ലേ, ഞാൻ വന്നപ്പോ എന്റെ അടുത്ത് ഓർഡർ ചെയ്യാനേ. അപ്പൊ ഞാൻ ഓർഡർ ചെയ്ത് എനിക്ക് സാധനം കിട്ടി. ഇവരൊന്നും ഓർഡർ ചെയ്തത് എന്റെ കുട്ടിയാണോ? ഇല്ലെങ്കിൽ ഓർഡർ ചെയ്ത് ഇവിടെ പൊക്കിക്കളയാൻ. എന്റെ ഫേവറേറ്റ് സാധനത്തിൽ എനിക്കിനി വയറിറങ്ങി വീട്ടിൽ പോവാം. എനിക്ക് ഇത് മാത്രം വേണം. മേടിച്ചോണ്ട് അത് മാത്രമാണ്. സിനിയുടെ ബർത്ത്ഡേ എത്ര വന്ന് വിജയമായിരിക്കും. എനിക്ക് എല്ലാവരുടെയും അഭിനന്ദനങ്ങൾ. അതെ ഫുൾ ക്രെഡിറ്റ് ചേട്ടൻ എന്റെ മക്കൾക്കും പൊന്നിനും മോനും. നമ്മള് അതല്ലേ പറഞ്ഞേ. ഒരു സംശയം പോലും വരാത്ത രീതി ബുദ്ധിപരമായിട്ട് ഞാൻ അത് ചിന്തിച്ചെടുക്കാനുള്ള ബുദ്ധി എനിക്ക് വേണ്ടേ? നിങ്ങൾ എന്തെങ്കിലും ഇങ്ങനെ കാണിക്കുന്നു. ഇങ്ങനൊരു സർപ്രൈസ് എന്റെ ഹാപ്പി ആയി. താങ്ക് യു ചേട്ടാ. കേക്കുമായി ലവ് യു.